വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ രക്ഷാകർത്താക്കളെ, ഇന്ന് ഓഗസ്റ്റ് 15 ഭാരതത്തിൻ്റെ 74ാം സ്വാതന്ത്ര്യദിനം. ഓരോ ഭാരതീയനും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ദിവസം. ഇന്നേ ദിവസം ഈ കൊറോണ കാലത്ത് നമുക്കെല്ലാവർക്കും വിദ്യാലയത്തിൽ വന്ന് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് പരിമിതികളുള്ളതിനാൽ സെന്റ് തോമസ് HSS ആംഗണ്ടിയൂരിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്ന ഈ ആഘോഷ പരിപാടികൾ നിങ്ങൾക്ക് മുൻപിൽ ലൈവായി ഒരു വീഡിയോ രൂപത്തിൽ എത്തിച്ചേരുന്നു. സദയം വീക്ഷിച്ചാൽ प्यारा झंडा ऊंचा रहे हमारा, सदा शक्ति सरसाने वाला, प्रेम सुधा बरसाने वाला, सदा शक्ति सरसाने वाला, प्रेम सुधा बरसाने वाला, झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा, झंडा ऊंचा रहे हमारा. വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിന സ്മരണകൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ജീവിതത്തിന്റെ പരമാമൃത് നമ്മുടെ മുന്നിൽ എങ്ങനെ കരഗതമാക്കിയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നൊരു ദുരന്തകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഔദാര്യം കൊണ്ട് ലഭിച്ചതല്ല നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മൾ അവകാശം കൊണ്ട് പിടിച്ചു വാങ്ങിയതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന കാര്യം അഭിമാനത്തോടു കൂടെ പറയട്ടെ. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയോട് ഇത് പറഞ്ഞാൽ അവർ അത്ഭുതപ്പെട്ടു പോകും. ഒരു മുത്തശ്ശി കഥ പോലെയായിരിക്കും അവര് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ധീരമായ ഓരോ പോരാട്ടങ്ങളുടെയും കുറിച്ച് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരിക. നമ്മൾ അടിമകളാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കപ്പെടില്ല. സ്വന്തം വീട്ടിൽ പോലും, പഠനമുറിയിൽ പോലും, ക്ലാസ് മുറിയിൽ പോലും, സ്കൂളിന്റെ കോമ്പൗണ്ടിൽ പോലും അസ്വാതന്ത്ര്യത്തിന്റെ ഒരു നോട്ടം കണ്ടാൽ മാതാവിന്റെയും പിതാവിന്റെയും ഗുരുവിന്റെയും മുന്നിലേക്ക് മനസ്സുകൊണ്ടെങ്കിലും അതിർത്തി പ്രകടിപ്പിക്കുന്ന ഈ മക്കളോട് പറയാനുള്ളത്, മക്കളെ, നമ്മൾ നേരത്തെ അടിമകളായിരുന്നു. ജനിച്ച മണ്ണിൽ അടിമകളായി ജീവിക്കേണ്ടി വന്നവരാണ് നമ്മൾ. ഇന്ന് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. നമ്മൾ സ്വാതന്ത്ര്യമുള്ളൊരു മണ്ണിലാണ് ജീവിക്കുന്നത്. സ്വന്തമായ രാഷ്ട്രം, സ്വന്തമായ ഭരണഘടന, സ്വന്തമായ നാട്, സ്വന്തമായ വിദ്യാലയം, നമുക്ക് പഠിക്കാൻ പാഠപുസ്തകം, സിലബസ്, നമുക്ക് പഠിപ്പിക്കാൻ അധ്യാപകർ, ഇതെല്ലാം പൊതുസമൂഹത്തിന് കീഴിൽ വന്നിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതില്ലാത്തൊരു ഇരുണ്ട കാലം. ആ ഇരുണ്ട കാലത്ത് പാഠശാലകൾ വിട്ടുവന്ന അന്നത്തെ വിദ്യാർത്ഥികൾ, തൊഴിൽ ഉപേക്ഷിച്ച അന്നത്തെ ചെറുപ്പക്കാർ, ഇതുപോലെ സ്വന്തം മാതാവിനോടും പിതാവിനോടും മടങ്ങി വന്നില്ലെങ്കിൽ കരയരുത് എന്ന് പറഞ്ഞ് ധീരദേശാഭിമാനത്തോടുകൂടെ ഇന്ത്യയുടെ പവിത്രമായ മൂവർണ്ണ പതാകയായ ദേശീയ പതാക കയ്യിൽ പിടിച്ച് ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് ഭാരതം എന്റെ പെറ്റമ്മയ്ക്ക് തുല്യമാണെന്ന് പറഞ്ഞ് ധീരമൃത്യു വരിച്ച് മടങ്ങി വരാതിരുന്ന നിരവധി ധീരരായ നമ്മുടെ പൂർവികന്മാർ, അവരുടെ ഒക്കെ മുന്നിൽ നമുക്ക് ഈ സന്ദർഭത്തിൽ സ്മരണാഞ്ജലി അർപ്പിക്കാം. നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും അടുത്ത തലമുറയും പഠിക്കേണ്ട രണ്ട് മഹാവ്യക്തിത്വങ്ങളാണ്. ഒന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും, ഒന്ന് രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും. അവർ ഉയർത്തിയ മൂല്യാധിഷ്ഠിതമായ ജീവിതവും രാഷ്ട്രവും സ്വാതന്ത്ര്യ ചിന്തകളും നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു ചേട്ടൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അഭിമാനപൂരിതമായ 1000 ബിഗ് സല്യൂട്ടുകൾ നൽകി. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. നമുക്കറിയാം, സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നും ആവേശമാണ്. സിരകളിൽ രക്തം തിളയ്ക്കുന്ന ഒരു വികാരം നമുക്കിപ്പോഴും ഫീൽ ചെയ്യും. അതിൻ്റെ ഒറ്റ കാരണം, അന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത് വ്യക്തികൾ അവരുടെ ജീവിതം നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചപ്പോൾ അവർ കൊടുത്ത വലിയ ചിന്തകളുണ്ട്. അഹിംസയുടെ, അക്രമരാഹിത്യത്തിൻ്റെയൊക്കെ. അത് ലോകം മുഴുവൻ നമ്മളെ പ്രശസ്തരാക്കിയതാണ്. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നെൽസൺ മണ്ടേല പറഞ്ഞ വാചകമാണ് ഞാൻ ഓർക്കുക.
സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയൽ മാത്രമല്ല, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത രീതി നമ്മൾ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ബ്രിട്ടീഷ് രാജിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഒത്തിരി വഴി നമ്മൾ യാത്ര ചെയ്തു. പക്ഷെ ഇന്നും നമ്മൾ ജീവിക്കുന്നത് സ്വാതന്ത്ര്യത്തിലാണോ? മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളൊരു സോഷ്യൽ മീഡിയകളുടെ വിപ്ലവാത്മകമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവന്റെ സൽപ്പേരിനെ, അവന്റെ ജീവിതത്തെ മാനിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ വിലയിരുത്തണം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്ക് മാത്രമുള്ളതല്ല. അരിസ്റ്റോട്ടിൽ പറയുക, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭയമില്ലാതെ ജീവിക്കുന്ന അവസ്ഥയാണ്. ആ ഭയമില്ലാതെ എനിക്ക് മാത്രം ജീവിച്ചാൽ പോരാ, എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ഞാൻ സ്വാതന്ത്ര്യ വാഹകനാകുന്നത്. എൻ്റെ ഉള്ളിൽ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുകയും എൻ്റെ കൂടെയുള്ളവർക്ക്, എൻ്റെ കുടുംബത്തിലും എൻ്റെ സമൂഹത്തിലും എൻ്റെ രാഷ്ട്രത്തിലും ആ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഞാൻ യഥാർത്ഥ സ്വാതന്ത്ര്യവാഹകനാകുന്നു. അവിടെയാണ് സ്വാതന്ത്ര്യദിനം എൻ്റെ ജീവിതത്തിനും എൻ്റെ സമൂഹത്തിനും സ്വാതന്ത്ര്യമാകുന്നത്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഒത്തിരി സമ്പന്നമാണ്. ഒത്തിരി വൈവിധ്യമാർന്നുള്ള ജനങ്ങൾ, ഒത്തിരി ഭാഷകൾ, വേഷങ്ങൾ, മതങ്ങൾ, ജാതികൾ, ഗോത്രങ്ങൾ, അങ്ങനെ പലതുമായിട്ട് സമ്പന്നമായിട്ടുള്ളൊരു രാഷ്ട്രം. അതതുപോലെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മറ്റുള്ളവനെ അവനായിരിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളാനുള്ള, ബഹുമാനിക്കാനും ആദരിക്കാനും, ഞാൻ വളരുന്നതോടൊപ്പം അവനും അതുപോലെ വളരണമെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ മനോഭാവം നമുക്ക് വളർത്തിയെടുക്കണം. ബാസിൽ ചരിക്കുന്നവരുടെ നാട്, അഗ്നിയെ ആവാസിക്കുന്നവരുടെ നാട്, അറിവിനെ വന്ദിക്കുന്നവരുടെ നാട്, ആ നിത്യവെളിച്ചത്തിന്റെ, അറിവിന്റെ വെളിച്ചത്തിലേക്ക് വളരുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു അഗ്നി, സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അഗ്നി നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. അതിന് ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് പ്രചോദനമാകട്ടെ. എവർക്കൊരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഗംഗാതരംഗമാലകൾ പാടിടും നീ ഭാരതം, വിന്ധ്യാചലനിര കഞ്ചതിയേകി വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. സാനി പനി പമ പമ ഗരി സരി നിസരി സരി മാരി മപമ പനി പനിസ പനിസരി എന്നും നമ്മുടെ പൂവിളി ലോകം ഉണർന്നു കേൾക്കട്ടെ. സ്നേഹം, സത്യം, സമത്വ ചിന്തകൾ വളർത്തിടും നമ്മൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു പാടിടും നമ്മൾ, ഒന്നായി പാടിടും നമ്മൾ. വെള്ളി വെളിച്ചം പരത്തുമെന്നും ഗാന്ധിതൻ നാട്ടിൽ, ഗാന്ധിതൻ നാട്ടിൽ, നമ്മുടെ ഭാരത നാട്ടിൽ. ബാപ്പുജി നാടിന്റെ രാഷ്ട്രപിതാവ്, ചാച്ചാ നെഹ്റു നമ്മുടെ പ്രിയ തോഴനാണ്. ജനാധിപത്യം വളർന്നു നിൽക്കും മണ്ണിലാണ്. ജാതിയില്ല, മതങ്ങളില്ല, നമ്മളൊന്നാണ്, എന്നും നമ്മളൊന്നാണ്, എന്നും നമ്മളൊന്നാണ്, എന്നും നമ്മളൊന്നാണ്. സത്യഗീതയും സമസ്ത
കർമ്മവീരചരിതവും ഒന്നു ചേർത്തിണങ്ങിടും ചിന്തനങ്ങളിൽ സദാ നന്ദിയോടെ വരതയോടെ ധന്യരമ്യ ഭാരതം ജനഗണമനയൊന്നായി പാടി ഒരു വരമായി നാം പാടുമ്പോൾ ഭാരത ജനനി പുഞ്ചിരി തൂകി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ വന്ദേ മാതര ഗാനമുണർത്തി ചിറകു വിരിച്ചു പറക്കുമ്പോൾ ഭാരത ശില്പികളായ മഹാന്മാർ നിരനിരയായി വരുന്നല്ലോ. സാരേ ജഹാം സെ അച്ഛാ പാടി ഭൂവിൽ പുളകം വിതറുമ്പോൾ ഉണർന്നിരിക്കും സാക്ഷിത സ്വാതന്ത്ര്യ സമര വീരന്മാർ ഗീതാഞ്ജലിയുടെ ശീലുകൾ ഉയരും ഭാരതനാട്ടിൽ വിശ്വവിഭാവന തളിരിട്ടുണരും സാഷ്ടാംഗങ്ങൾ ടാഗോറിന്റെ ചിന്തയിൽ ജനഗണ ഗാനമുണർത്തി മാനവരൊന്നായി പാടും നമ്മുടെ ഭാരതഭൂമി ഭാരതമാതാവേ ഭാവുകമേകുന്നു. ജയ് ഹിന്ദ് ഭവ ജയ് ഹിന്ദ്, ജയ് ഹിന്ദ് ഭവ ജയ് ഹിന്ദ്, ജയ് ഹിന്ദ് ഭവ ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, ഞാൻ PN ജ്യോതിലാൽ, സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. ഈ ഓഗസ്റ്റ് 15-ന് ഒരു സ്വാതന്ത്ര്യദിനം കൂടി കടന്നു പോകുമ്പോൾ നാളിതുവരെ നാം ദർശിക്കാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും മറികടക്കാനായിട്ടുള്ള മലയാളിയുടെ കരുത്ത് സ്വാതന്ത്ര്യ സമരകാലം മുതൽ നാം ആർജിച്ചതാണ്. അതുകൊണ്ട് തന്നെ എണ്ണമറ്റ ധീരദേശാഭിമാനികളുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായി നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാനും പുതുതലമുറയ്ക്ക് സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രമൊക്കെ തന്നെ പകരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എല്ലാവിധ തിന്മകളും ഈ സമൂഹത്തിൽ കടന്നു വരുന്ന സന്ദർഭത്തിൽ കുട്ടികളെ നേരിൻ്റെ വഴിയിൽ നയിക്കാനായിട്ട് സ്വാതന്ത്ര്യ ചിന്തകളും സ്വാതന്ത്ര്യബോധങ്ങളും അതോടൊപ്പം അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ചരിത്രമൊക്കെ തന്നെ യാഥാർത്ഥ്യബോധത്തോടു കൂടി നമുക്ക് അവരെ ഓർമ്മപ്പെടുത്താനായിട്ട് ഈ സ്വാതന്ത്ര്യദിനത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് 15-നുള്ള സ്വാതന്ത്ര്യദിനം വളരെ വിപുലമായ രീതിയിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്കൂളിൽ നടത്താനും അതിൻ്റെ സന്ദേശം കുട്ടികൾക്ക് എത്തിക്കാനും കഴിയട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷാകർത്താക്കളെ, സഹപ്രവർത്തകരെ, രാഷ്ട്രം 74ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. കോവിഡ് മഹാമാരി ഉയർത്തുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ലോകമെങ്ങും ആശങ്കയുടെ ഘട്ടത്തിൽ ആയിരിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുന്നത്. സ്കൂളുകൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ അടച്ചിടുകയും പഠന ക്ലാസുകൾ ഓൺലൈനായി നടത്തപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അവരവരുടെ വസതികളിൽ ഇരുന്നു കൊണ്ടാണ് ഇക്കൊല്ലം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഓരോ ഓഗസ്റ്റ് 15-ഉം ഓർമ്മ പുതുക്കലാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി യത്നിച്ച മഹാനേതാക്കന്മാരെയും
ധീരരക്തസാക്ഷികളെയും ഓർമ്മിക്കുന്ന സുദിനം കൂടിയാണ് ഈ സ്വാതന്ത്ര്യദിനം. അവരുടെ പാവനസ്മരണയ്ക്ക് മുന്നിൽ രാഷ്ട്രം ഇന്ന് പ്രണാമം അർപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും മതേതരത്വവും കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം നാനാത്വത്തിൽ ഏകത്വം കാത്തുപരിപാലിക്കുന്ന ഉത്തമ പൗരന്മാരായി നമ്മുടെ ഓരോ വിദ്യാർത്ഥികളും വളർന്നു വരട്ടെ എന്നാഗ്രഹിക്കുകയാണ്. കടുത്ത നിയന്ത്രണങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെയും നടന്നു നീങ്ങവേ ഏതു പ്രളയത്തിനും അതിജീവിച്ചുകൊണ്ട് ഏത് മഹാമാരിയെയും ആരോഗ്യപരമായ മാനദണ്ഡങ്ങളാൽ തുരത്തിക്കൊണ്ട് വേണ്ടത്ര കരുത്തും ആർജവും ആത്മവിശ്വാസവും ഏവരും കൈവരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. Hello friends, welcome to the story of our independence. Here is some important events and leaders of Indian freedom struggle. 1857, Sipai Mutiny. It was a major but ultimately unsuccessful uprising in India against the British East Indian Company. The main leaders in this revolt were Nana Sahib, Tandiya Tope and Rani Lakshmi Bai. 1885, Indian National Congress was formed in 1885 by A.O. Hume. W.C. Banerjee was the first president of Indian National Congress. 1904 and 5, partition of Bengal was gradually occurred. 1905, Swadeshi movement. Lala Lajpat Rai, Bala Gangadhar Tilak, Bipin Chandra Pal and Arvind Ghosh were played the major role in Swadeshi movement. 1906, Muslim League founded under the leadership of Aga Khan and Nawab Salimullah. In 1906, the INC under Dadabhai Nauroji adopted Swaraj, that is, self-government, as the goal of Indian people. 1907, INC split into extremists led by Lal Bai Pal and moderates led by Gopalakrishna Gokhale. 1916, Home Rule movement started by Balagangadhar Tilak and Annie Besant. Balagangadhar Tilak gave the slogan, "Swaraj is my birthright and I will have it." 1919, on 13th April, General Dyer and his team fired at people who assembled in the Jallianwala Bagh. As a result, hundreds of men, women and children were killed and thousands were injured. 1920, Non-Cooperation Movement. It was the first mass-based political movement under Gandhiji, who played the most important role in the freedom struggle. 1929, on December 19, under the presidency of Jawaharlal Nehru, INC declared Purna Swaraj as its ultimate goal. 1930, Dandi March or Salt Satyagraha. On 12th March, along with 78 followers, Gandhiji started his march from Sabarmati Ashram to the shores of Dandi to break the salt law. 1931, Bhagat Singh was hanged in Lahore jail. He was a young Indian revolutionary who gave the slogan Inqilab Zindabad. 1942, resolution for the Quit India movement was passed on August 8, 1942. Gandhiji gave the slogan "Do or Die." 1943, Subhash Chandra Bose took the leadership of Indian National Army in 1943. 1947, the colonial masters left India. Lord Mountbatten transferred powers to first Prime Minister Jawaharlal Nehru at midnight. The British flag was lowered and the Indian flag hoisted high. Now we take an oath to keep our freedom intact. Let us love and respect our nation. I'm proud to be an Indian. Happy Independence Day to all. Thank you. Jai Hind.
പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, ഈ മനോഹരമായ സ്വാതന്ത്ര്യദിന പുലരിയിൽ നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ മനോഹരമായ ഇന്ത്യ രാജ്യത്തെ ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ബഹുവർണ്ണങ്ങളിൽ വിടർന്ന് പരിലസിച്ച് നിൽക്കുന്ന പൂക്കൾ, പല വലിപ്പമുള്ളവ, വ്യത്യസ്ത സുഗന്ധം വമിക്കുന്നവ. അതെ, ഈ വൈവിധ്യമാണ് ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത്. ഭാരതം മനോഹരമായ ഒരു പൂന്തോട്ടമാണ്. ഒരു മാലയിലെ വിവിധ മുത്തുകളെ കോർത്തിണക്കി നിർത്തുന്ന ഘടകം ഏതാണ്? മനോഹരമായ പുണ്യപുരാതന ഭാരത സംസ്കാരം തന്നെ. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സംസ്കാരം. ബുദ്ധന്റെയും ഗാന്ധിയുടെയും വിവേകാനന്ദന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും പാരമ്പര്യം. സംസ്കാരത്തിന്റെ മഹാപ്രവാഹത്തിൽ നിന്നും ഒരു കുമ്പിൾ വെള്ളം നമുക്ക് കുടിക്കാം. ധിഷണ വളരട്ടെ, ഹൃദയം കുളിരട്ടെ. ഈ മനോഹരമായ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ പിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തെ സ്നേഹത്തോടെ ബാപ്പു എന്ന് വിളിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഇന്ത്യയുടെ അഹിംസാത്മക സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം. സുഭാഷ് ചന്ദ്രബോസ് ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് കാരണങ്ങളിലൊന്നായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. 1938 മുതൽ 1939 വരെ അദ്ദേഹം ഇന്ത്യൻ ദേശീയ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. മംഗൾ പാണ്ഡെ. He was an Indian soldier in the British Army who played a key part in the events immediately preceding the outbreak of the Indian Rebellion of 1857. ഭഗത് സിംഗ് ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയുമായിരുന്നു ഭഗത് സിംഗ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം അദ്ദേഹം അവതരിപ്പിച്ചു. റാണി ലക്ഷ്മിബായി. Lakshmibai, the Rani of Jhansi, was an Indian queen and warrior. She was one of the greatest leaders of the Indian Rebellion of 1857 and became for Indian nationalists a symbol of resistance to British rule in India. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയമുള്ളവരെ, ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം നമ്മളെല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിൽ സ്കൂൾ അങ്കണത്തിലാണ് നമ്മൾ സംഘടിപ്പിക്കാറ്, ആഘോഷിക്കാറ്. ഈ വർഷം നമ്മൾ COVID-19 കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ സ്കൂളിൽ പരിപാടികൾ സംഘടിപ്പിക്കാതെ ഈ പരിപാടിയിൽ നമ്മൾ നടത്തുന്നത് എല്ലാവരും അവരുടെ വീട്ടിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മേങ്ങണ്ടൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ തീരദേശത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂള്. തൊട്ടടുത്ത ഒരുപാട് പഞ്ചായത്തിലെ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂള് നമുക്കെല്ലാവർക്കും അറിയാം, ഈ നാടിൻ്റെ സാംസ്കാരിക ബോധം ഉണർത്തുന്ന വലിയ വലിയ സാംസ്കാരിക പരിപാടികളും അക്കാദമിക് നിലവാരത്തിനോടൊപ്പം തന്നെ കുട്ടികളെ പ്രബുദ്ധമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ പാരമ്പര്യമുള്ള സ്കൂളാണ് മേങ്ങണ്ടൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വേളയിൽ നമുക്ക് COVID-19 എന്ന മഹാമാരി നാടിനെ മുഴുവൻ പിന്നോട്ട് നയിക്കുന്ന മഹാമാരി വലിയ ദുരന്തം വിധിക്കുന്ന വേളയിൽ തന്നെ നമുക്ക് രാജാമലയിലെ തൊഴിലാളികളും അതുപോലെ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിലെ അപകടത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദ്യമായി ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കുട്ടികൾ, ഈ പ്രതികൂല സാഹചര്യത്തിൽ നാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല നാളേക്ക് വേണ്ടി നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകണമെന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഈ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട്
പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വരുന്ന ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണല്ലോ. എല്ലാ വർഷവും നമ്മൾ സ്കൂളിലാണ് സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിക്കാറ്. എല്ലാ കുട്ടികളും അധ്യാപകരും എല്ലാവരും ഒരുമിച്ച്. ഇത്തവണ അതിന് കഴിഞ്ഞില്ല. കാരണം COVID-19 എന്ന മഹാമാരിയുടെ കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. അടുത്ത വർഷം ഈ COVID-19 എന്ന മഹാമാരിയെ തുടച്ചു നീക്കി ഭംഗിയായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സ്കൂളിൽ വീട്ടിലിരുന്നിട്ട് നമുക്കൊരു സന്ദേശം നൽകാനിപ്പോൾ കഴിയുന്നുള്ളൂ. തീരദേശ മേഖലയിലെ ഒരുപാട് കുട്ടികളുള്ള നമ്മുടെ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കരായ മക്കളോട് എനിക്ക് പറയാനുള്ളത്, സർക്കാരും ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞതൊക്കെ അനുസരിക്കുക. അപ്പം അതിൻ്റെ പേരിൽ അതുകൊണ്ട് നല്ലൊരു സ്വാതന്ത്ര്യദിനം മദർ PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. Chief guest, principal, manager, father, teachers, non-teaching staffs, and all my dear brothers and sisters. A warm, pleasant good morning to one and all present here. Today, on 15th of August, we all are gathered here to celebrate our 74th Independence Day. First of all, I wish you a very happy Independence Day. Today, I feel great honored to speak about Indian independence. Indian independence is a celebration of freedom that we won from Britishers on 15th August 1947. It is with a sense of pride that I can say our great leaders fought hard to achieve Indian independence. 200 years of British rule, their oppression, their injustice come to an end on the midnight of 14th August 1947. This is a day to remember the great sacrifices of our leaders like Mahatma Gandhi, Pandit Jawaharlal Nehru, Subhash Chandra Bose, Bhagat Singh, and more heroes who have made invaluable contribution for our freedom. Their contributions and struggles are inspiration for all Indian citizens. 74 years after independence, India has made rapid progress in many fields like agriculture, education, sports, science and technology, manufacturing. Now India is known as a well-progressive and well-powerful country all over the world. On the other hand, our Indian people faces many crises like unemployment, corruption, terrorism, insecurity for females, etc. As an Indian citizen, I want to say that if you want to eradicate all these problems, we want to stand together and make our country strong. In this year, in 2020, coronavirus pandemic affects all countries. The economic impact of coronavirus pandemic in India has been largely devastating. India is one of the world's worst hit countries by corona pandemic. As an Indian, I feel that it is a responsibility of all Indian citizens to make our country strong in all aspects. I am concluding my words by saying that we want to stand together, work together, fight together, and make our country the best country in all world. Jai Hind. പ്രിയമുള്ളവരെ, നാം വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നിരവധി വ്യക്തികളുടെ ജീവൻ നൽകിക്കൊണ്ട് ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ സ്മരണകൾ ഇരമ്പുന്ന സ്വാതന്ത്ര്യദിനം നമുക്കൊരിക്കലും അവരുടെ ഓർമ്മകൾ മറക്കാൻ സാധിക്കില്ല. മഹാന്മാരായ നിരവധി വ്യക്തികളുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ വർഗീയ ശക്തികളുടെയും തീവ്രവാദ ശക്തികളുടെയും ആക്രമണങ്ങളിൽ ഉടലുകയാണ്. അവരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കൂടി ലഭിച്ചാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നാം സ്വാതന്ത്ര്യം നേടി എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീവ്രവാദത്തിനും വർഗീയതയ്ക്കുമെതിരെയുള്ള പോരാട്ടങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട്. അതിനായി നാം എല്ലാവരും സജ്ജരാകേണ്ടതുണ്ട്. ഓരോ ഇന്ത്യൻ പൗരനും തീവ്രവാദത്തിനും വർഗീയതയ്ക്കുമെതിരെ പോരാടാൻ തയ്യാറാവും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യദിനം നമ്മുടെ ആരുടെയും ഓർമ്മയിൽ ഉണ്ടായിക്കാണില്ല. തികച്ചും സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിലാണ് ഇന്ന് നാം സ്വാതന്ത്ര്യം ആചരിക്കുന്നത്. അതിനു കാരണം കഴിഞ്ഞ 6 മാസക്കാലമായി ലോകമാകെ പടർന്നു പിടിച്ച ഒരു മഹാമാരിയാണ് COVID-19. അതിനെതിരെയുള്ള
നിരന്തരമായ പോരാട്ടത്തിലാണ് നാം ലോകത്തിലുള്ള ഓരോ ജനതയും. അതിനായി അതിനെതിരെ പോരാടുന്ന, ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് പോരാടുന്ന ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും പറയുകയാണ്. ഇതിനെതിരെ പോരാടേണ്ടത്, അതിനെതിരെ ജാഗ്രതയോടെ പോരാടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കൃത്യമായ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട്, നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, പുതിയൊരു ജീവിത ശൈലി സ്വീകരിച്ചുകൊണ്ട് ഈ മഹാമാരിയെ തുരത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങണമെന്നും അതിനുള്ള പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളികളാകണമെന്നും ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് നാം എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു കേന്ദ്രത്തിൽ ഒത്തൊരുമിച്ച് നടത്തുന്നതിനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏവർക്കും സെന്റ് തോമസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ ഊഷ്മളമായ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.